ഇത് തന്നെ 600 കൊക്കീനും മാവും ഇല്ല. അതാണ് അവന്മാരെ പറഞ്ഞേ. അവൻ രണ്ടുപേരെ പിടിച്ചെന്ന് ബോബോയെ കണ്ണാപ്പിനെ പിടിച്ച് ബോബോയ് കണ്ണാപ്പി കൂടി വന്ന് ഇവന്മാരെ ഗ്യാങ്ങിൽ ഒരു മെമ്പറിനെ അടിച്ചിട്ട് കത്തിച്ച്. ആ സമയത്ത് അവന്റെ കയ്യില് അവൻ ഗ്യാങ് ലോക്കറിൽ എടുത്തോണ്ട് വന്ന 600 കൊക്കീനും 600 വീടും അവന്മാര് കത്തിച്ചതിന്റെ കൂട്ടത്തിൽ പോയി. അവന്മാർക്ക് സിറ്റുവേഷൻ എടുക്കാനായിട്ടുള്ള ഒരു മൈൻഡ് അല്ല. അവന്മാർക്ക് ജസ്റ്റ് സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇത് സോൾവ് ആക്കി വിടാന്നാണ് അവന്മാര് പറയുന്നത്. 600 കൊക്കീനും 600 വീടും മനസ്സിലായി. 300 വേണ്ടെന്ന് പറഞ്ഞത് കേട്ടാ. ലാസ്റ്റ് വന്നവനെ വേണ്ടെന്ന് പറഞ്ഞു. ഹലോ ബ്രോ, ഞാനായിരുന്നു ലീഡർ പരന്തുവാസം. നമുക്ക് അവരെ ഒന്ന് കാണാൻ, ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ? സാർക്ക് ഞാനോട് വരുവാണ്. ഇമ്മാതിരി കള്ളന്മാരെയൊക്കെ ഉണ്ടല്ലോ. സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതായിട്ട് നിങ്ങൾ അത് തരുമെങ്കിൽ പിന്നെ അതങ്ങ് അവിടെ ഇതാക്കാം. മനസ്സിലായില്ല. കൊല്ലേണ്ട ആവശ്യം എന്താണെന്ന് നമുക്ക് ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ്. നമ്മള് പ്രത്യേകിച്ച് പറഞ്ഞു സിറ്റുവേഷൻസ് ഒന്നും എടുക്കല്ലേ എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹലോ കണ്ണാപ്പി. എടാ, നിങ്ങൾ രണ്ടുപേരത്ത് ഇന്ന് സിറ്റുവേഷൻ ഒന്നും എടുക്കലെന്ന് ഓൾറെഡി പറഞ്ഞല്ലേ? അണ്ണാ നമ്മളായിട്ട് എടുത്തതാണ്. ഇവന്മാര് കൊണച്ചോണ്ട് വന്നതാണ്. ഇവന്മാർക്ക് അങ്ങ് മുട്ടി നിൽക്കും ഇവന്മാർക്ക് സിറ്റുവേഷൻ ഉണ്ടാക്കാനായിട്ട്. ചുമ്മാ വന്ന് വണ്ടിക്കട്ട് പിറ്റ് ചെയ്താണ്. നമ്മൾ ഒരു നീയൊക്കെ തന്നെ കൊണച്ചാ. നീ നീയൊക്കെ വണ്ടിക്ക് കൊണച്ചോണ്ടാ. നീയൊക്കെ വണ്ടിക്ക് കൊണച്ചാ നിന്റെ കൂടെ ഉള്ളത് തന്നെ അടിച്ചു വന്നത്. അല്ല, അവന് മര്യാദയ്ക്ക് സംസാരിക്കാറില്ല. കണ്ണാപ്പി എടാ, സിറ്റുവേഷൻ ആയിട്ട് നീ റേഡിയോയിലൊന്നും ഒരു കോൾ പോലും തരായിരുന്നു. നമ്മള് സിറ്റി കയറിയുള്ള ഞാനും പോകണം. സിറ്റി കയറി വന്നോണ്ടിരിക്കായിരുന്നു ഗ്യാങ് ഹൗസിലോട്ട്. റേഡിയോ കയറിയില്ല. നമ്മള് കൊറേ നേരമായിട്ട് ഉണ്ടായിരുന്ന നമ്മൾ ഗ്രൈൻഡ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് നമ്മൾ റേഡിയോ കയറാണ്. ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞ് അങ്ങ് വരാന്ന് ഓർത്തിരിക്കുവായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് വരുന്ന സമയത്താണ്. എന്താ സംഭവിച്ചെന്ന് പറയോ? അല്ലല്ല, ജസ്റ്റ് ഒന്ന് എന്താ സംഭവിച്ചെന്ന് ബ്രോ ഒന്ന് പറയോ? ഇവരെന്താ ചെയ്തേന്ന് ആദ്യം? ബ്രോ ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഇന്നലെ വെള്ളവേടെന്ന് നമ്മൾ ഈ 600 കൊക്കെ ജോയിന്റും പിന്നെ 700 സംതിങ് മാവും മേടിച്ചായിരുന്നു. ഓക്കെ, പിന്നെ 2-3 ഗണ്ണുണ്ട്. അത് ഓക്കെ പോട്ടെ നിൽക്കാം. അപ്പോ നമ്മുടെ ഗ്യാങ്ങിന്റെ ലോക്കറിന് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞായിരുന്നു ഇന്ന് ഡെക്കുവാണ് കേറേണ്ടവര് എന്ത് ചെയ്യാ, മറ്റേ ഇവിടെ കൊണ്ടുവയ്ക്കുക ഗ്യാങ് ഗാരേജ്, മറ്റേ നമ്മുടെ ഇതില്ലേ ഗാരേജ്, അവിടുത്തെ ലോക്കറിൽ പേഴ്സണൽ ഗാരേജ് വെച്ചിരുന്നാൽ മതി, വന്നിട്ട് മേടിച്ചോളാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ കോള് വരുവാണ്, കത്തിച്ച് സാധനം മൊത്തം പോയി എന്ന് പറഞ്ഞിട്ട് വരുവാണ്. അപ്പൊ കാര്യം എന്ന് വെച്ചപ്പോ ഇതാണ് ആവശ്യം. അപ്പൊ നമ്മളിപ്പോ സിറ്റി കയറിയപ്പോഴത്തേക്കും ഇവര് സിറ്റുവേഷൻ ചോദിച്ചാൽ പറയുന്നു ഇവര് തമ്മിൽ നമ്മുടെ ഈ ലീജിയൻ സ്കോറിനോട് വെച്ച് പിറ്റിങ്ങിനോട് വെച്ച് പോണയായി. ലാസ്റ്റ് ഇവര് അവനെ കത്തിക്കുകയാണ് ചെയ്തത്. കത്തിച്ച് സാധനം എല്ലാം പോയി, സാധനം മൊത്തം പോയി. നിങ്ങൾക്ക് സാധനമാണ് വേണ്ടത് അല്ലേ? സിറ്റുവേഷനെ നമ്മളിപ്പോ അത് നമുക്ക് അവിടെ വെച്ച് അടിച്ച് തീർക്കായിരുന്നല്ലോ ബ്രോ. ഇത് ശരിയാ ബ്രോ. സത്യം പറഞ്ഞാൽ ഇത് നിങ്ങളിപ്പം ഈ പറഞ്ഞ പോലെ ഹാർഡ് ഗ്രൈൻഡ് ചെയ്ത സാധനങ്ങള് നമ്മള് ഇതുപോലെ നമ്മുടെ അതിനകത്തുനിന്ന് ആൾക്കാർ വന്ന് ഇതാക്കുമ്പോഴത്തേന് ഷോക്കാണ്. ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ഹാർഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതെടുക്കണ്ടാന്ന്. അപ്പൊ നമുക്ക് മനസ്സിലായി, നമുക്കിത് അടിയാക്കാൻ താല്പര്യമില്ല. റിബൽ അങ്ങനെയാണെങ്കിൽ സരക്കെ നമുക്ക് അങ്ങനെയാണെങ്കിൽ കൊടുക്കണ്ട അടിച്ചു ഞാൻ സംസാരിക്കല്ലോ. അപ്പൊ ബ്രോ നമുക്ക് നമ്മളെ സാധനം തരാം. ലൈക്ക് ഇന്ന് ഗ്യാങ്ങിന്റെ ഇതിന്റെ ഇതുണ്ട്, കളക്ഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങള് ഗ്യാങ് ഫണ്ട് കളക്ഷൻ കഴിഞ്ഞിട്ട്
ഞങ്ങൾ സാധനം തന്നേക്കാം. എന്തായാലും ഞങ്ങൾ ഇവരെ രണ്ടുപേരും ടി വിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. കാരണം നമ്മുടെ ഗ്യാങ് ലീഡറും കോ ലീഡറും പറയുന്നത് അനുസരിക്കാൻ പറ്റാത്തവരും നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ അങ്ങോട്ട് എടുത്ത് നമ്മൾ അങ്ങോട്ട് എടുത്തലാണ് ഇവര് പറഞ്ഞ വിശ്വാസിക്കലാണ് വിശ്വാസം. ബ്രോ അല്ല ഇതിന്റെ പേരിൽ ഒരു ഗ്യാങ്ങിലെ മെമ്പറിനെ കളയേണ്ട അല്ലല്ല നമ്മള് ക്ലിയർ ആയിട്ട് സിറ്റുവേഷൻ അല്ല ബ്രോ. നിങ്ങൾ ആലോചിക്കും നിങ്ങളടുത്ത് സിറ്റുവേഷൻ ആയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് കോണങ്ങി എല്ലാം ആയെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു ചെറിയ സംസാരം ഒരു റേഡിയോ കണക്ട് ചെയ്ത് ഞങ്ങൾ സിറ്റിയിൽ വൈകുന്നേരം മുതൽ ഇവിടെ ഉണ്ട്. ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് 15 ഞാൻ വന്നിട്ട് 1 മണിക്കൂർ മുകളിലായി. ബ്രോ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരെ കണക്ട് ചെയ്യാനുള്ള സമയം ഓൺ ദ സ്പോട്ട് നമ്മൾ ഇവരെ എടുത്തോണ്ട് വന്നു. അവരുടെ റേഡിയോ മൊത്തം അല്ല അങ്ങനല്ല ബ്രോ. സാധാരണ ഞാൻ പറയാം, ഞാൻ സിറ്റിയിൽ വന്നതിന് ശേഷം തന്നെ ഞാൻ അപ്പൊ തന്നെ 3-4 വട്ടം കണക്ട് റേഡിയോ ഇട്ട സമയത്ത് സമ്മതിക്കാത്ത നിങ്ങളെ പറഞ്ഞൊക്കെ മനസ്സിലായി അവർ. പക്ഷെ ഇതില് നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യം നിങ്ങൾക്ക് വേണ്ടത് ഇതാണ്. ഇന്ന് തന്നെ അത് തരാം ബ്രോ. ഇന്ന് തന്നെ ഒരു മണിക്കൂറിൽ തരാം. 1 മണിക്കൂർ ഞങ്ങൾ സാധനം തരാം, ഉറപ്പായിട്ട് സാധനം തരാം. വിളിക്കുന്നുണ്ടോ അവരെന്തോ വിളിക്കുന്നത്? അല്ല അവര് വിളിക്കുന്നുണ്ടോ? വേറെ ആരും മിണ്ടല്ലേ കണ്ണാപ്പി സൈലന്റ്. നമ്മള് പണ്ട് KV നമ്മളെ കണ്ണാപ്പിന് ഹോസ്റ്റേജ് ആയിട്ടുള്ള കണ്ണാപ്പി ഇങ്ങനെ അല്ലേ? അതൊക്കെ കറക്റ്റ് ആയിരുന്നു. ഇപ്പം ദേഷ്യം ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ തമാശയൊക്കെ പറഞ്ഞ അവരെയൊക്കെ കളിയാക്കി സാധാരണ അവനെ അങ്ങനെയാണ്. ഇപ്പൊ കണ്ണാപ്പി അങ്ങനെയായിരുന്നു. സാറാറായോണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ദേഷ്യം. അറിയാൻ വയ്യ. കണ്ണാപ്പി നിനക്ക് അത്ര ദേഷ്യം ഉണ്ടോ നമ്മടത്? നീ മര്യാദക്ക് ഗൺ പോയിന്റിലാണ് കേട്ടാ. ഗൺ പോയിന്റിലാണ് നീ. സോൾവ് ആക്കാം, നമുക്കിത് സോൾവ് ആക്കാം. ലൈക്ക് ഈ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ നമ്മള് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇത് എത്തിക്കാം. എടാ സാരൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. ബോബോയ്ക്കും കണ്ണാപ്പിക്കും 3000 ഇത് എന്റെ ബഗ്ഗായി. ഒരു മിനിറ്റ് എടാ ഇത് ഞാൻ പറയാം. ഞങ്ങളപ്പോ ഇത് തരാം. അപ്പൊ ഞങ്ങൾ ഇവന്മാർക്ക് നാളെ വരെ സമയം കൊടുക്കാം. രണ്ടുപേരും 3000 വെച്ച് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ട് തന്നോളും, കുഴപ്പമില്ല. ഇന്നത് ഞങ്ങൾ ഇവരൊന്ന് വിട്ടുതരാം. ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക് 600 എണ്ണം വെച്ച് തരാം. ഞാൻ പറയില്ല, ഞാൻ മാത്രമുള്ള എല്ലാ സിറ്റുവേഷൻ അല്ല. ഇതെന്റെ ഗ്യാങ് മൊത്തത്തിൽ അവരെല്ലാരും ഒരുമിച്ച് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യേണ്ടത് പറഞ്ഞോ? ഒന്നുമില്ല ബ്രോ. ഇപ്പൊ നമുക്ക് സിറ്റുവേഷൻ ഉണ്ട്, അതിനൊക്കെ എന്ത് ഉപയോഗിക്കും? നമുക്ക് എച്ചപ്പാട് സിറ്റുവേഷൻ ബ്രോ ആണെങ്കിൽ കാരണം ഇന്നലെ എച്ചപ്പ് ഗ്യാങ് ഹൗസിൽ നമ്മൾ അടിച്ചടിച്ച് റീഎൻട്രി ചെയ്ത് ഉമ്മാരെല്ലാം നമ്മളെ സാധനം മൊത്തം തീർത്തു. ഇത് കൊടുക്കാം ഇത് നമുക്ക് കൊടുക്കാം. വെയിറ്റ് 600 കൊടുക്കാം. കണ്ണാപ്പി ബോബോ ഇത് 600 കൊടുത്ത് ഞങ്ങൾ സോൾവ് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ഗ്രൈൻഡിംഗ് ടാർഗറ്റ് 3000 ആണ് രണ്ടുപേർക്കും. നാളെ എനിക്കറിയണ്ട, അതൊക്കെ ഗ്യാങ് ഹൗസിൽ ചെന്ന് സംസാരിക്കും. ഇവിടെ നിന്ന് സംസാരിക്കണം. അതൊക്കെ ഗ്യാങ് ഹൗസിൽ ചെന്നിട്ട് ഈ പരിപാടിക്ക് സപ്പോർട്ട് ചെയ്യല്ലോ ചേട്ടാ. ഇത് നല്ല സുഖമാണ്. ഇത് കൊള്ളാം. സൂപ്പർ അഭിനയം. കുഴപ്പമില്ല, കൊടുക്ക 600 കൊടുക്കാം. ഒരു സീനില്ല. ഇപ്പൊ കൊടുക്കാം. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് 100 ഇതാടാ. എന്റെ ഒരു 100 എന്റെ ഞാൻ കൊടുത്തോളാം. ഫുൾ ഉണ്ടോ? എന്റെ 500 ഇപ്പൊ കയ്യിലുള്ളത്. ഞാൻ കൊടുത്തോളാം. എന്നാ കൊടുക്കുക. 600 വെച്ചല്ലേ രണ്ടെണ്ണം? 600.
അത് മനസ്സിലായില്ലേ അമ്മാരിപ്പോ ന്യായം അതൊക്കെ അമ്മാര് എന്തിനു പറയാൻ നോക്കിയാലോ അമ്മാരെ ലോക്കറിൽ ഇരിക്കുന്ന സാധനം എടുത്തോണ്ട് വരണം അതിന് ടൈം തരണം അതൊക്കെ പറയും ഇപ്പൊ ഇരുന്ന് അതാണ് പറയാൻ പോണത് വേറെ എന്തിനും ഒരു സെക്കൻഡ് ഐഡിയ ഒന്ന് പറയോ എന്താ ബ്രോ ID 351 ബ്രോ 351 ഒരു മിനിറ്റ് വന്നോ 600 മാവ് കിട്ടി വന്നോ കിട്ടി ഓക്കെ അവരെ ഒന്ന് ഹോസ്റ്റലിൽ ഒന്ന് റിലീസ് ആക്കണം അവരെ വിട്ടെടുത്തോളാം സാധനം കിട്ടിയാ വേറൊരു സിറ്റുവേഷനിലേക്കുമല്ലേ നമ്മള് ഗ്യാങ് ഫണ്ട് കളക്ഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബ്രോ മനസ്സിലല്ല വേറെ ഒന്നും വിചാരിക്കരുത് കാരണം ഈ അവസ്ഥ വാങ്ങത്തില്ലായിരുന്നു നമ്മളെ അവസ്ഥ ഒന്നും വാറിന്റെ ഇടയിലുള്ള എങ്ങനെയായാലും കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്താണ് ഇത് സംഭവം മനസ്സിലായി പക്ഷെ എല്ലാ ദിവസവും സിറ്റുവേഷൻ എന്റെ ഇടയിൽ 3 പേര് ഒരുമിച്ച് കുത്തിയിരുന്ന ഗ്രൈൻഡ് നമ്മൾ ആരും ഗ്രൈൻഡ് ചെയ്തതല്ല ഈ ഞാൻ പോലും ഗ്രൈൻഡ് ചെയ്തിട്ടില്ല ഈ 3 പേരുടെ കഷ്ടപ്പാടാണ് മനസ്സിലായി ഇടയിലാണ് സിറ്റുവേഷൻ നിങ്ങളുടെ സിറ്റുവേഷൻ നടക്കട്ടെ സോൾവ് ചെയ്തിട്ടുണ്ട് ഇല്ല നമ്മളെത്തിച്ചോളാം അല്ലല്ല അവൻ ഇത്ര കൊണസല്ലേ അവനെ അല്ല നിങ്ങളുടെ ഡിമാൻഡ്സ് നമ്മളെത്തിക്കാം അല്ലല്ല അവര് സാധനം തന്നു നടക്കുന്നില്ല റേഡിയോ കോൾ നമ്മുടെ സാധനം മൊത്തവും കിട്ടി ബാക്കിയുള്ളത് പിന്നെ ഓക്കെ കത്തിച്ചായിരുന്നോ ബ്രോ ഇവരെ കത്തിച്ചായിരുന്നു ഇല്ല വെച്ചിട്ടില്ല നമ്മളെ വെച്ചിട്ടില്ല ഹലോ എല്ലാവരുടെ ഒരുത്തിന് മാറക്കല്ലേ ഇഷ്ടപ്പെട്ടാ അവിടെയൊക്കെ ഇത് കഴിഞ്ഞ് എടുക്കാം എന്നാലും സരക്കെ മറ്റേ 600 ഇതിന് വേണ്ടിട്ടേ വേറൊരുത്തന്റെ ഗ്യാങ് ഹൗസിൽ വന്ന് ഗ്യാങ് ഡ്രസ് ഇട്ട് മുട്ടുകുത്തി ഇരിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അതൊരു പ്രത്യേക മനസ്സായിരുന്നു. നല്ല ഗ്യാങ് റെപ്യൂട്ടേഷൻ, നമ്മുടെ ഗ്യാങ് റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഗ്യാങ് യൂണിഫോം ഇട്ട് വേറൊരുത്തന്റെ മുമ്പിൽ ചെന്ന് തലയും കുനിച്ചിരിക്കാൻ കാണിച്ച ആ മനസ്സ്. ഇതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല, സത്യം പറയാം, ഇതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല. വണ്ടി തുറന്നോ? ഞാൻ ഗ്യാങ്സിലോട്ട് പോവാം, വണ്ടി തുറന്നാ നിങ്ങൾ ഗുലാനെ പിക്ക് ചെയ്തിട്ടുണ്ടോ? എടുത്തിട്ടോ? എനിക്കത് ഇതായിട്ട് തോന്നിയില്ല ബ്രോ, എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഗ്യാങ് ഡ്രസ് ഇട്ട് അങ്ങനത്തെ ഒരു ഇത് ചെയ്യണമെന്നുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. ലൈക്ക് അത് ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ആരൊക്കെ ന്യായീകരിച്ചാലും എനിക്കത് പറയാൻ പറ്റത്തില്ല. എനിക്കത് ആർക്കായിട്ട് ഫീൽ ചെയ്തില്ല. SRR ആയതുകൊണ്ട് ഞാൻ കാര്യം പറയാം, ഇത് വേറെ ഏത് ഗ്യാങ് ആയിരുന്നാലും ഇന്ന് അടിയായനെ. ഇത് SRR ഒഴിച്ച് ഈ സിറ്റിയിൽ ബെല്ലാരി SRR ഒഴിച്ച് ഇത് ഏത് ഗ്യാങ് ആയിരുന്നെങ്കിലും ഇത് ഇന്ന് അടിയായനെ. ഇത് അടി എന്ന് പറഞ്ഞാൽ വിഷ അടിയിൽ ഇത് തീരുള്ളായിരുന്നു, ഞാൻ ഉറപ്പ് പറയാം. എല്ലാരും കഷ്ടപ്പെട്ടാണ് ഗ്രൈൻഡ് ആക്കുന്നത്, ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ചന്ദ്ര പറ. കണ്ണാപ്പിയും ബോബോയും ഹോസ്റ്റേജ് ആയിരുന്നു, അറിഞ്ഞില്ല നീ? SRR ഹോസ്റ്റേജ് ആയി കൊണ്ടുപോയി.
കണ്ണാപ്പീനെയാ കണ്ണാപ്പീനെയും അവിടെ ചെന്നിട്ട് ഇപ്പൊ എനിക്ക് 600 ഇത് 600 ഇതും അതും കൊടുത്തിട്ട് വരേണ്ട വന്നു. തന്നെ ഉം. തന്തയില്ലായ്മ സാറെ എടാ, വാ, 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 വാ. എല്ലാരും ഇവിടെ ഗ്യാങ്സിനകത്തുണ്ടോ? വാസു ഗ്യാങ്സിനടുത്തുണ്ടോ? ബോബോയും കണ്ണാപ്പിയും എന്താ ഇത് കണക്ട് ചെയ്യാത്ത? അമ്മാര് ഇവിടെ ഗ്യാങ് ഹൗസ് അമ്മാർക്ക് ഇനി സാധനം എടുക്കാൻ പോണെന്ന്, മുതുക്കി പോണെന്ന്. ഓ ഓ ഓ ഓ നമ്മൾ കൊടുത്തത് മേടിക്കണ്ടേ? അതാ അപ്പൊ ആ സസ്പെൻഷൻ ഏതാണ്? എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഹോസ്റ്റേജായിട്ട് അവിടെ പോയി ഇരുന്നിട്ട് തലകുത്തി കുനിഞ്ഞ് ഇരുന്നിട്ട് അമ്മാർ എടാ നീ ആലോചിച്ച് നോക്കിയേ. SRR ആയതുകൊണ്ടാണ് എനിക്കത് പൊളിയാൻ ഞാൻ സത്യം പറഞ്ഞ. SRRലെ കുറച്ച് ആൾക്കാരെ എനിക്ക് നല്ല രീതിയിൽ ഇപ്പൊ പരിചയം ഉള്ളതുകൊണ്ട് സംസാരിച്ച് നിൽക്കുന്നതുകൊണ്ടും കുറെ പേര് അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ RP ഒക്കെ ട്രൈ ചെയ്യുന്ന കുറെ ആൾക്കാരുള്ളതുകൊണ്ട് മാത്രം. ഞാനിപ്പോ ലീഡർ കോ ലീഡർ എന്നുള്ള നമ്മൾ രണ്ടുപേര് നമ്മളവിടെ ഓക്കെ അഭിനയോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മുടെ ഒരു ഗ്യാങ് മെമ്പറിനെ ഹേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മിണ്ടായിരിക്കാൻ പറ്റുമോ? അത് മിണ്ടായിരുന്നു കേൾക്കണ്ട വന്ന് അവിടെ ചെന്നിട്ട്. എന്നിട്ട് ഇപ്പൊ നമ്മൾ കൊടുത്ത സാധനം അവന്മാർ തിരിച്ചു മേടിക്കാൻ പോയത് അവരുടെ ഇന്ന്. ഞങ്ങൾ ചെന്നപ്പോ ഹോസ്റ്റേജ് ആയിട്ട് മറ്റേ കുനിഞ്ഞിരിക്കുന്നു നമ്മുടെ ഗ്യാങ് ഡ്രസ് ഇട്ട്. അണ്ണാ ഇത് ഡിസ്മിസ് ഇത് അണ്ണ ഇത് സസ്പെൻഷൻ കൊടുക്കണം, സത്യം കൊടുക്കണം. എമ്മര് പാട വഹിക്കണം. ഞാൻ ഒന്ന് വിളിക്കട്ടെ. സസ്പെൻഡ് ആണെന്ന്. ഹലോ, രണ്ടെണ്ണം കത്തിയതുപോലെ മുങ്ങിയിട്ടുണ്ട് കേട്ടോ. തിരിച്ചു വന്നു ബോബോയ് റേഡിയോ കണക്ട് ചെയ്തു. അത് ഇപ്പൊ കണക്ട് ആയി. അത് അവൻ വലിഞ്ഞു ഒരുത്തനെ ഇറങ്ങിയോടിയല്ലേ, താഴത്തെ വഴി ഇറങ്ങി. അത് പറ്റേ ഇപ്പൊ പോയി മേടിച്ചിട്ട് വരാനുള്ള സമയം ഇനി. അതാണ് എനിക്ക് സമയം, മനസ്സിലായില്ലേ? കൂട്ടത്തിൽ അല്ലല്ല നീ തന്നെ പറ, അത് SRR അല്ലാതെ വേറെ ഏതെങ്കിലും ഗ്യാങ് ആയിരുന്നെങ്കിലോ? ഇന്ന് വാർ കളക്ഷൻ ഫണ്ട് നടക്കാതെ ഇവിടെ അടിയായേനെ ഇന്ന് അവിടെ. ഒരു സംശയവും ഇല്ല, ഒരു സംശയം അല്ല. ഇത് അത് സാറാറേമാർക്ക് അറിയുന്നതുകൊണ്ട് അതിന്റെ ഇത് കാണിച്ചത്. സൗത്തെ മോനെ ഗ്യാങ് ഫണ്ട് കളക്ഷൻ ആണ്. നീ അത് കഴിഞ്ഞിട്ട് വാ ചെല്ല ഞാൻ പറഞ്ഞ കേട്ട്. കൊച്ചു പയ്യൻ നിന്റെ അണ്ണ എവിടെ പറയാൻ പറ. അത് ശരിയാണ്. അതില് അവൻ കറക്റ്റ് വന്നു, അവന്റെ അണ്ണ ഇല്ല. അണ്ണ ഇവരെ ഫുൾ ടൈം തെറ്റുണ്ട്. എന്തിനായിട്ട് അവൻ അതാണ് കുറച്ച് ദിവസമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കുന്നത്. അവൻ ഇന്ന് പോലും എന്നോട് പറഞ്ഞതാണ് അവന്റെ ചേട്ടനെ കളഞ്ഞിട്ട് അവനെ എടുക്കാൻ. അല്ലടാ അത്ര ചെറിയ നമ്മുടെ അണ്ണ ഇത് എവിടെ വെക്കട്ടെ? ഭയങ്കര വെയിറ്റ് ആണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം നിങ്ങൾക്ക്. അല്ല ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാണ്. നമുക്ക് ആർക്കും അത് ഫണ്ണായിട്ട് തോന്നിയില്ല. അത് എനിക്ക് മാത്രമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ബ്രോ. ഞാൻ ഒരു കാര്യം പറയാം. ഗ്രൈൻഡിങ് ടാർഗറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ എത്ര നാളായിട്ട് RP ആണെന്ന്. ഗ്രൈൻഡിങ് ടാർഗറ്റ് ഒരു എത്ര നാൾ ഇത്രയും നാളായിട്ട് കൊടുത്തിട്ടില്ല. സിയോണിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ വരെ ഒരു ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുത്തിട്ടില്ല. ഒരാൾക്ക് 300 ഇതും മാത്രം. ബാക്കിയുള്ളവർ ഗ്രൈൻഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്റെ ഫോൺ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇവന്മാർക്ക് എല്ലാവർക്കും ഗെയിമിംഗ് എന്ന് പറയുന്നത് ഒരു പ്ലസ് ഒരു റവന്യൂ സോഴ്സ് എല്ലാം കിട്ടുന്ന ഒരു ഫാക്ടറാണ് എല്ലാവർക്കും. ഇതുപോലും ഇല്ലാത്ത ഒരു എക്സ്പോഷറോ പേരോ ഇല്ലാത്ത ആൾക്കാര് നമുക്ക് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് കൊണ്ട് തന്ന എമൗണ്ട് എന്ന് പറയുന്നത് 600 കോടി രൂപയാണ്. അത് കൂടാതെ അവന്മാർ ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്ന് തന്ന സാധനമാണ് ഞാൻ ഇന്ന് വെറുതെ വാരി കൊടുത്തത് അവർക്ക്. അവന്മാരുടെ കയ്യില് ഒന്ന് ആലോചിച്ച് നോക്ക്. അവന്മാർ കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്ത്, അതായത് ഈ പറയുന്ന എക്സ്പോഷർ ഇല്ല, ഒന്നുമില്ല, ഒരിതും ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഇത്രയും മെനക്കെട്ടിരുന്ന് ഈ സാധനം അതിന്റെ നമ്മൾ കൊടുത്ത ടാർഗറ്റിന്റെ 3 ഇരട്ടി എന്തോണം അവന്മാർ ഇതാക്കി തന്നെ. അതിന്റെ കൂടാതെ 650 കോടി രൂപയും 1% അറിയപ്പെടുന്നുണ്ടോ? ഈ കണ്ണാപ്പിയും ബാക്കി ബോബോയൊക്കെ അറിയാവുന്നതിന്റെ 10% ആൾക്കാർക്ക് അറിഞ്ഞൂടായിരിക്കും. സജിയൊന്നും 10% ആൾക്കാർക്ക് പോലും അറിഞ്ഞൂടായിരിക്കും. അവന്മാർക്കുള്ള കമ്മിറ്റ്മെന്റിന്റെ 10 അതേ ചോദിക്കുന്നുള്ളൂ. എനിക്കിത് ഫണ്ണാർപ്പിയായിട്ട് തോന്നിയില്ല. സത്യമായിട്ട് എനിക്ക് ഫണ്ണാർപ്പിയായിട്ട് തോന്നിയില്ല. ആൻഡ് അതൊരു എന്റെ ഗ്യാങ് ഡ്രസ്സിന്റെയും എന്റെ ഒരു ഇതിനെയും ഒരു ഡിസ്റെസ്പെക്ട് ചെയ്യുന്നത് പോലെയാണ്. എനിക്ക് നമ്മുടെ ഗ്യാങ് ഡ്രസ് ഇട്ടിലുള്ളൊരിക്കണ ഒരുത്തൻ ഹോസ്റ്റേജ് ആയിട്ട് വേറൊരാളുടെ മുമ്പിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ലൈക്ക് ഈവൻ ഇറ്റ്സ് ഫൺ RP എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഫൺ RP എന്നുള്ള രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്താൽ മാത്രമേ അത് ഫൺ RP ആവുള്ളൂ. ബട്ട് സ്റ്റിൽ അവരത് സീരിയസ് സിറ്റുവേഷൻ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്.
SRR അത് സീരിയസ് സിറ്റുവേഷൻ ആയിട്ട് തന്നെ കൊണ്ടുവന്നു. കാരണം അവർക്ക് ഈ സാധനം മേടിച്ച് അവരെ ഏൽപ്പിച്ച ദൗത്യം അവർ നന്നായിട്ട് ചെയ്തു. SRR ഏൽപ്പിച്ച ദൗത്യം അവർ നന്നായിട്ട് ചെയ്തു. അവർ നന്നായിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് നമ്മുടെ ആ സാധനം മേടിച്ച് കണ്ണാപ്പിയുടെ അവൻ്റെ കൊടുത്തിട്ടുണ്ട്. അവർ നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. അവരത് ഫണ്ണാക്കാൻ നോക്കിയില്ല. അവർ സീരിയസ് സിറ്റുവേഷൻ ആയിട്ടാണ് കൊണ്ടുപോയത്. ഞങ്ങളും അത് സീരിയസ് സിറ്റുവേഷൻ ആയിട്ട് എടുത്തത്. ഇനി ഗ്യാങ് മെമ്പറിന്റെ സൈഡിൽ നിന്നുള്ള എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് വേണ്ടുന്നത്. മനസ്സിലായോ? എന്തുകൊണ്ട് റേഡിയോയിൽ ഇൻഫോം ചെയ്തില്ല? എനിക്ക് അത് RP ആയിട്ട് റിപ്ലൈ തന്നാൽ മതി. അവർ RP ആയിട്ട് എനിക്ക് റിപ്ലൈ തന്നാൽ മതി. അത് മാത്രം മതി. എനിക്ക് അല്ലാതെ വേറെ ഒന്നും വേണ്ട. RP ആയിട്ട് അവർ റിപ്ലൈ തന്നാൽ മതി. അത് ലൈക്ക് SRR ചൂസ് ചെയ്യാനുള്ള കാരണം അത് തന്നെയായിരുന്നു. ഇത് കൈൻഡ്ലി ഡു പണിഷ്മെന്റ്. ഞാനത് ചെയ്യും ബ്രോ. ഞാനത് ചെയ്യും. പണിഷ്മെന്റ് ഞാൻ ചെയ്യും. പക്ഷെ ബോബോയ്ക്കൊക്കെ പറ്റുന്നില്ല. ബോബോയ്ക്ക് ഉള്ളിലൊക്കെ ചിരി വരുന്നുണ്ട്. എവിടെയൊക്കെ ഒരു പൊടിച്ചിരിയൊക്കെ വെളിയിൽ 1 2 3 4 5 6 7 8 9 10 11 12 18 പേരെ ഉള്ളൂടാ റേഡിയോയില്. ബാക്കിയുള്ള ആൾക്കാർ എവിടെ? അവര് എക്സ്ക്യൂസ് ആയിട്ടോ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു വാസുവിന്റെ അടുത്ത്. ഇല്ല, മണവാളൻ ബോബ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബോബിന് PC ഇല്ല. ബോബിന്റെ PC ഓൾറെഡി കത്തിപ്പോയതാണ്. പിന്നെ മണവാളൻ ജോലിക്ക് പോയിരിക്കുകയാണ്. കേറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ബാക്കി ആരൊക്കെ? ബാബു വന്നോണ്ടിരിക്കും. ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. ബാബു ഇപ്പൊ വരും. എടാ റേഡിയോകൾ എല്ലാരും വാടാ. ഇനി ആരൊക്കെ വരാനുള്ള ഇവിടെ ഗ്യാങ് ഹൗസ് വരാനുള്ള ആരൊക്കെയാണ്? ഇവന്മാരുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾ കേട്ടിട്ട് ബാക്കി തീരുമാനിച്ചാൽ മതി. ഇവിടെ ഒരു സെക്കൻഡ്. ഇവന്മാരുടെ എക്സ്പ്ലനേഷൻ എവിടെ? നമ്മള് ഗ്യാങ് ഫണ്ട് റെഡിയാണ്. നമ്മള് ഇങ്ങോട്ട് അതായത് അല്ലല്ല, ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ പറ്റത്തുള്ളൂ. എല്ലാ മെമ്പേഴ്സും അർജന്റ് ആയിട്ട് ഗ്യാങ് ഹൗസിൽ എത്തിയേ പറ്റത്തുള്ളൂ. ഇതിനൊരു തീരുമാനം എടുത്തിട്ട് ബാക്കി സംസാരിക്കാൻ പറ്റത്തുള്ളൂ. മറ്റേ പ്ലാൻ നിങ്ങൾ ചെയ്തോ? ഇവിടെ വരെ വന്നിട്ട് പോണം. അർജന്റ് ആണ്. അയ്യോ അർജന്റ് ആയിട്ട് വന്നേ പറ്റുള്ളൂ. ആ പട്ടാമാര് കഷ്ടപ്പെട്ടവരൊക്കെ ചെയ്ത് വെച്ചപ്പോ ഇല്ലല്ല, അത് ചെയ്യാം. അവന്മാർക്ക് എന്തിനാണ് ചെയ്യുന്നവരെങ്കിലും ചെയ്യട്ടെ. അതെങ്കിലും നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ? അത് ചെയ്യണ്ടേ? അത് വൈ ഗുലാൻ ഓൾവേസ് സൈലന്റ്. അവന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. സത്യസത്യത അവൻ അങ്ങനെയാ. ബാബു എടുക്കുന്നില്ല കേട്ടോ. ബാബു വേറെന്തോ വലുത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അടുത്ത കേട്ടാ.